അലങ്കാര മത്സ്യങ്ങളെ വിൽക്കുന്ന കടകളിലും അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം നടക്കുന്ന സ്ഥലങ്ങളിലും ഒരു സ്ഥിര സാന്നിധ്യമായിട്ടുള്ള മത്സ്യമാണ് കോയി കാർപ്പ്. കോയി കാർപ്പ് എന്ന മത്സ്യത്തിന് മറ്റൊരു പേര് കൂടെയുണ്ട്. നിഷിക്കി ഗോയി എന്നാണ് ആ പേര്. ജപ്പാനിലാണ് കോയി കാർപ്പ് എന്ന മത്സ്യം ഉത്ഭവിച്ചു വരുന്നതായി കരുതപ്പെടുന്നത്. 2 നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് കോയി കാർപ്പുകളുടെ ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതിന് പിന്നിൽ. കോയി കാർപ്പ് എന്നത് വെറുമൊരു മത്സ്യമല്ല, മറിച്ച് ജപ്പാന്റെ ദേശീയ മത്സ്യമാണ് കോയി കാർപ്പ്. ഉദയസൂര്യന്റെ നാട്ടിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് പറയപ്പെടുന്ന കോയി കാർപ്പ് മത്സ്യം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളെയും അലങ്കാര മത്സ്യകൃഷിയെയും അതിമനോഹരമാക്കിക്കൊണ്ടങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഏകദേശം 200 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രീമിയം കാറ്റഗറി മത്സ്യമാണ് കരിമീൻ. ഈ കരിമീനുമായി അനിഷേധ്യമായ ഒരു ബന്ധമുണ്ട് കോയി കാർപ്പുകൾക്ക്. കാരണം കോയി കാർപ്പുകളുടെ പൂർവികന്മാർ അതല്ലെങ്കിൽ കോയി കാർപ്പുകളെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് കരിമീനിൽ നിന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജപ്പാനിലെ നെൽകർഷകർ അവരുടെ ഒരു ഭക്ഷണ സ്രോതസ്സായി നെൽപ്പാടങ്ങളിൽ ഈ പറയുന്ന കരിമീനുകളെ വളർത്തുന്ന ശീലമുണ്ടായിരുന്നു. ഈ വയലുകളിൽ നടന്നിട്ടുള്ള ക്രോസ് ബ്രീഡിംഗ് കാരണം പലതരത്തിലുള്ള മ്യൂട്ടേഷനുകളാണ് ഈ മത്സ്യങ്ങളിൽ സംഭവിച്ചത്. അതിലൊന്നായിരുന്നു ഇവരുടെ വയറിനടിഭാഗത്തുള്ള ചുവപ്പ് നിറം. ഇത്തരത്തിൽ ക്രോസ് ബ്രീഡിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള മത്സ്യങ്ങളിൽ വന്നിട്ടുള്ള ഈ നിറം മാറ്റം നെൽകർഷകർ ശ്രദ്ധിക്കുകയും കൂടുതൽ നിറങ്ങളും പാറ്റേണുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ മത്സ്യങ്ങളെ തെരഞ്ഞെടുത്ത് മാറ്റി വളർത്താനും തുടങ്ങുന്നു. ഇത്തരത്തിൽ ഒരു കൂട്ടം കർഷകരുടെ നീണ്ട കാലത്തെ പരീക്ഷണത്തിനൊടുവിൽ കോയി കാർപ്പുകൾ ജനിക്കപ്പെടുകയാണ്. ജപ്പാനിലെ കോയി കാർപ്പ് മത്സ്യങ്ങൾ വെറുതെ വർണ്ണശബളമായതിന്റെ പേരിൽ മാത്രം ദേശീയ മത്സ്യമായി മാറിയതല്ല, മറിച്ച് അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്, നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. ജപ്പാനിലെ കോയി മത്സ്യം നിരവധി ഗുണങ്ങളെയും മൂല്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ഥിരോത്സാഹം, ശക്തി, ഭാഗ്യം, ദീർഘായുസ് ഇവയെല്ലാം തന്നെയും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കോയി കാർപ്പ് എന്നാണ് ജപ്പാനീസ് വിശ്വാസം. ഇത്തരത്തിലൊക്കെ തന്നെയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മത്സ്യമാണ് കോയി കാർപ്പ് ജപ്പാനിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് കോയി കാർപ്പ് മത്സ്യം ജപ്പാനിൽ ഭക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. പ്രജനനയോഗ്യമല്ലാത്ത എല്ലാ കോയി കാർപ്പ് മത്സ്യങ്ങളെയും ഭക്ഷിക്കാമെന്നാണ് ജപ്പാൻകാർ പറയുന്നത്. ജപ്പാനിലെ തെരുവുകളിൽ വെള്ളം പോകാനുള്ള ഓടകളും നീർച്ചാലുകളും പലപ്പോഴായി സൈബർ ലോകത്ത് വൈറലാവാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ കോയി കാർപ്പുകളാണ്. കാരണം അഴുക്കുചാലി എന്ന് നമുക്ക് ആ ഓടകളെ വിളിക്കാൻ പറ്റില്ല. കാരണം അത്തരം ഓടകളിലാണ് ജപ്പാൻ പ്രധാനമായും കോയി കാർപ്പുകളെ വളർത്തുന്നത്. അത്രയ്ക്കും അതിമനോഹരമായിട്ടാണ് അവർ അവരുടെ തെരുവുകളിലെ ഓടകൾ പോലും കാത്തു സൂക്ഷിക്കുന്നത്. ജപ്പാനീസ് കോയി കാർപ്പുകളുടെ നിറത്തിനുമുണ്ട് ഓരോ അർത്ഥങ്ങൾ. നമ്മുടെ നാട്ടിലേതെന്നുപോലെ തന്നെ പിങ്ക് സ്ത്രീലിംഗ ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേസമയം കറുപ്പ് കുടുംബത്തെയും പുരുഷത്വത്തെയും കുടുംബത്തിന്റെ പുരുഷാധിപത്യ പങ്കിനെയും പ്രതിനിധീകരിക്കുന്നു. സ്വർണ്ണ കളറുള്ള കോയി മത്സ്യങ്ങൾ ബിസിനസ്സിലെ സമ്പത്തിനെയും സമൃദ്ധിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നീല കളർ മനസ്സിന്റെ ശാന്തതയെയും മനസാന്നിധ്യത്തെയും പ്രതിനിധീകരിക്കുമ്പോൾ ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് പ്രധാനമായും ശക്തിയെയാണ്. കോയി മത്സ്യങ്ങളെക്കുറിച്ച് ഒരു നാടോടി കഥയും ജപ്പാനിൽ പ്രചാരത്തിലുണ്ട്. പുരാതന കാലത്ത് കോയി മത്സ്യങ്ങളുടെ ഒരു വലിയ കൂട്ടം ചൈനയിലെ ഗംഭീരമായ മഞ്ഞ നദിയിൽ കഠിനമായ ഒരു മുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതായത് നദിക്കെതിരെ. അവരുടെ തിളങ്ങുന്ന ചെതുമ്പലുകൾ തങ്കം പോലെ തിളങ്ങി നദിയുടെ പാതയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ അവരുടെ ചിറകുകൾ ശക്തമായ പ്രവാഹത്തിനെതിരെ അവരെ നീന്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അചഞ്ചലമായ ശക്തിയും സ്ഥിരോത്സാഹവും പ്രകടമാക്കി. അവരുടെ നിശ്ചയദാർഢ്യത്താൽ നയിക്കപ്പെടുന്ന നദി തന്നെ സ്വർണ്ണ നദിയായി മാറുന്നതായി തോന്നിയിരുന്നു. അവസാനം അവർ എത്തിച്ചേർന്നത് ഹുനാൻ പ്രവിശ്യയിലെ ഡ്രാഗൺസ് ഗേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ ഭീമാകാരമായിട്ടുള്ള തടസ്സം അസാധ്യമായ ഒരു വെല്ലുവിളിയാണ് മത്സ്യത്തെ സംബന്ധിച്ച്. പക്ഷേ കോയി മത്സ്യങ്ങൾ പിന്നോട്ട് പോയില്ല. ധൈര്യശാലികളായ മത്സ്യങ്ങൾ അതിശയകരമായ കുതിച്ചുചാട്ടത്തോടെ ഗുരുത്വാകർഷണ ബലത്തെ പോലും ധിക്കരിച്ചുകൊണ്ട് മുകളിലേക്ക് കുതിച്ചു കയറി. ഇത്തരത്തിൽ നിരന്തര പരിശ്രമത്തിലൂടെ വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് എത്തുന്ന കോയി മത്സ്യങ്ങൾ ഡ്രാഗണുകളായി മാറുന്നു എന്നുള്ളതാണ് ജപ്പാനീസ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ ജനങ്ങൾ കോയി മത്സ്യത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതീകമായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോയി മത്സ്യം ജപ്പാൻ പോലെയൊരു സംസ്കൃതിയുടെ ദേശീയ മത്സ്യമായി നിലനിൽക്കുന്നതും. അടുത്ത തവണ നിങ്ങളൊരു കോയി മത്സ്യത്തെ കണ്ടു കഴിയുമ്പോൾ കേവലം ഒരു മത്സ്യത്തെ കണ്ട് മടങ്ങുന്നത് പോലെ മടങ്ങാതിരിക്കുക. ഈ ഒരു മത്സ്യത്തിന് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഒരുപക്ഷെ ഒരു ദേശീയ മത്സ്യത്തെ തെരഞ്ഞെടുത്തതിൽ ഇത്രയും കൃത്യത പാലിച്ച മറ്റേതെങ്കിലും രാജ്യമുണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം 2 അണുബോംബുകളെ ഏൽപ്പിച്ച അതിമാരകമായ പ്രഹരത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും മറികടന്ന ചരിത്രമുണ്ട് ജപ്പാന്. ആ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം കോയി കാർപ്പല്ലാതെ
അതല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥിരോത്സാഹത്തെയും നിതാന്ത പരിശ്രമങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കോയിക്കാർപ്പല്ലാതെ മറ്റൊരു മത്സ്യത്തെയും ദേശീയ മത്സ്യമായി തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല.